ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അല്ലേ? നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ഈ ഗ്യാപ്പിനിടയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷകരവും വളരെ രസകരവും അതിനേക്കാൾ ഉപരി തമാശ ജനിപ്പിക്കുന്നതുമായ ഒരു സംഭവം നടന്നു. കാരണം നമ്മുടെ ഈ ക്ലാസ് ഇത്രയും താമസിച്ച് പോകുവാൻ കാരണം ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന്, മറ്റൊന്നുമല്ല, ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം വരെ പോകേണ്ടി വന്നു. പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്ന, എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ടായി. മറ്റൊന്നുമല്ല, ഞാനവിടെ നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയെ ഞാൻ വെറുതെ ഒന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ദുഃഖങ്ങളിലെല്ലാം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ഞാനിങ്ങനെ നിൽക്കുക ചെയ്ത് തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഈ അമ്മയെ വെറുതെ ഒന്ന് നോക്കി. നമുക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന നമ്മൾ ഒരു ദിവസം അറിയാതെയെങ്കിലും എത്ര വാക്കുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അതുതന്നെയാണ് എന്നെ വളരെയധികം അതിശയിപ്പിച്ച് എനിക്ക് വളരെയധികം രസകരമായി തോന്നി ഞാൻ ശ്രദ്ധിക്കുവാനിടയായി ആ സംഭവം. കാരണം എഴുന്നേൽക്കാൻ വയ്യാതെ, പരസഹായമില്ലാതെ എഴുന്നേൽക്കുവാനോ മറ്റൊരു കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ കിടക്കുന്ന ഒരമ്മച്ചിയാണത്. അതിൻ്റെ സഹായത്തിനായി ആ പുള്ളിക്കാരിയോടൊപ്പം ഒരു ഹോം നേഴ്സുണ്ട്. ആ ഹോം നേഴ്സ് നിൽക്കുക. അവർക്ക് വേണ്ടി വല്ലപ്പോഴേ ഇവർ വാ തുറന്ന് വല്ലതും സംസാരിക്കുമെന്ന് ഓർക്കണം. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഇവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതാണ്. വളരെയധികം ബുദ്ധിമുട്ടി അവർ പറയുന്ന വാക്കുകൾ എന്നെ അങ്ങോട്ട് കൂടുതൽ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അവർ സംസാരിക്കുന്നതിൽ കൂടുതലും സമയം അവരുപയോഗിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകളാണ്. അവർക്കതിൻ്റെ മലയാളം വാക്ക് എന്താണെന്ന് അറിയില്ല എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ആ ചെയറിങ് മാറ്റിയിടൂ എന്ന് പറയുന്നു. ആ ചെയർ എന്ന് പറഞ്ഞാൽ കസേര എന്നാണ് എന്ന് ആ അമ്മച്ചിക്കറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം. പക്ഷേ അതൊരു ഇംഗ്ലീഷ് വാക്കല്ലേ? ആ ചെയറിലിരിക്കൂ മോളെ എന്ന് എന്നോട് പറഞ്ഞു. ആ ചെയർ മാറ്റിയിടാൻ ഹോം നേഴ്സിനോട് പറഞ്ഞു. അത് മാറ്റിയിട്ട് തന്ന് ഞാൻ അടുത്തിരുന്നു. ചെയർ, കസേര എന്നുള്ള ആ വാക്കിന് പകരം ആ അമ്മച്ചി ഉപയോഗിച്ച് തുടങ്ങിയത് ചെയർ എന്നാണ്. അതുപോലെ തന്നെ ഞാൻ അന്നേരം എനിക്കറിയില്ലല്ലോ ഇതാരാണെന്ന്. ഞാൻ അന്നേരം ചോദിച്ചു, ഇതാരാണ്, മോളാണോ എന്ന് ചോദിച്ചു. അല്ല, ഹോം നേഴ്സാണെന്ന് പറഞ്ഞു. ഹോം നേഴ്സ്, അത് ഇംഗ്ലീഷല്ലേ? ഹോം നേഴ്സ്, അതെ. അതും ഇംഗ്ലീഷിൽ പറഞ്ഞത് കേട്ട് ഞാൻ ഓർത്തു, ഇത് എന്നോട് സംസാരിച്ചിടത്തോളം ഇംഗ്ലീഷിലാണ് സംസാരിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ ആ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം, ഈ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം എന്ന് പറയുന്നു. ബെഡ്ഷീറ്റ്. അതുപോലെ തന്നെ ആ തലയെണ്ണയുടെ അടിയിൽ ഉണ്ടെന്ന് പറഞ്ഞു ബെഡ്ഷീറ്റ്. അതെ, ബെഡ്ഷീറ്റ് തലയെണ്ണയുടെ അടിയിലുണ്ട്. അന്നേരം ആ ഹോം നേഴ്സ് ചോദിക്കുകയാണ്, ഇതിന് ഇതെടുത്തു വെച്ചു, പില്ലോ എടുത്തു വയ്ക്കുകയാണ്. ബെഡ്ഷീറ്റ് മാറ്റി പില്ലോ എടുത്തു വെച്ചു. അന്നേരം പറഞ്ഞു, അതിൻ്റെ കവറ് കൂടി അവിടെ ഉണ്ടെന്ന്. കവറ്, എന്തിൻ്റെ കവറ്? പില്ലോയുടെ കവറ്, പില്ലോ കവർ. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ അവർ സംസാരിച്ചു. ഈ സംസാരിച്ച് വന്നതിൽ അതുപോലെ തന്നെ അവരുടെ മകന് അന്ന് വരികയാണ്, പ്ലെയിനിലാണ് വരുന്നത്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിമാനം എന്ന് പറയാൻ ആ അമ്മയ്ക്ക് അമ്മ അങ്ങനെയല്ല പറയുന്നത്. പ്ലെയിനിലാണ് വരുന്നത്. എയർപോർട്ടിൽ വരുമ്പോൾ വിമാനത്താവളം എന്നുള്ളത് അവർ സംസാരിച്ച് വരുമ്പോൾ എയർപോർട്ടെന്നേ അറിയോ. അവർ നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്ന നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളുന്നവർ കൂടുതലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഏത് വാക്കാണ്? അതെ, ഇംഗ്ലീഷ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ അറിയില്ലാതെ ഉപയോഗിച്ച് പോകുന്നതായിരിക്കാം, അറിയാതെ. എന്നാൽ ചില വാക്കുകളൊക്കെ അതുപോലെ തന്നെ പറയുകയാണ്, ചോറ് മേടിക്കാൻ പോവുകയാണ്, അപ്പോൾ ആ കാസറോൾ എടുത്തോളാൻ. കാസറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മലയാളം വാക്ക് ആരെങ്കിലും നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഫ്ലാസ്ക്, കാസറോള്, അതുപോലെ ഗ്ലാസ്, അതുപോലെയുള്ള വാക്കുകൾ ഓരോന്നും അവരുപയോഗിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു,
ഈ അമ്മച്ചി വയ്യാതെ കിടന്ന് സംസാരിക്കുമ്പോൾ ആ കിടന്ന കിടപ്പിൽ കിടന്നും സംസാരിക്കുന്ന വാക്കുകളിൽ കൂടുതലും അവരുടെ സംസാരമധ്യേ വരുന്നത് കൂടുതലും ഇംഗ്ലീഷ് വാക്കുകളാണ്. കാരണം ആ ഇംഗ്ലീഷ് വാക്കുകളുടെ മലയാളം നമുക്കൊരു പക്ഷേ പറയാൻ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കാറില്ലായിരിക്കാം. അതെ, നമ്മുടെ മലയാളത്തിനേക്കാൾ നമുക്ക് കൂടുതൽ എളുപ്പവും സംസാരമധ്യേ കടന്നു വരുന്നതുമായ വാക്കുകളാണ് ഈ പറഞ്ഞ കാസറോള്, പിന്നെ ഫ്ലാസ്ക്, അതുപോലെ കുറേ വാക്കുകൾ ഉണ്ട്. അതൊക്കെ സംസാരിക്കുന്നത് കുറച്ചേ ഉള്ളൂവെങ്കിലും ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചിടത്തോളം ആ അമ്മ കൂടുതലും സംസാരിച്ചത് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെയാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ അതിനുള്ള ഈ കാസറോൾ എന്നുള്ള വാക്കുകൾക്കൊക്കെ പകരമായി ബെഡ്ഷീറ്റ്, അതിന് നമ്മൾ കിടക്കവിരി നമ്മൾ പറയാറില്ല. കാരണം എന്താണ്? ബെഡ്ഷീറ്റ് എന്നേ നമ്മൾ പറഞ്ഞ് ശീലിച്ച്. ഇനി നമ്മുടെ ഭാഷയിൽ അതുപോലെ ഇംഗ്ലീഷ് കടന്നു വരുവാൻ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഫ്രീ ആയി, നമുക്ക് ഫ്ലുവൻ്റായി നമുക്ക് ഇംഗ്ലീഷ് തെറ്റുകൂടാതെ സംസാരിക്കണമെങ്കിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് പോകും. അങ്ങനെ വന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരം എനിക്കിത് വളരെ രസകരമായി തോന്നി കേട്ടോ. ഇന്നതുപോലെ നമുക്ക് കുറച്ച് ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കൊരു കുറേ ദിവസമായില്ല നമ്മൾ ക്ലാസ് എടുത്തിട്ട്, ഒരു 2-3 സെൻറ്റൻസ് പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കമോൺ. ഇങ്ങോട്ട് നോക്കൂ. ബൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക. കടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കടിക്കുന്ന ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ വരികയാണ്. ബൈറ്റ്, കടിക്കുക എന്ന്. ഇത് സംതിങ് ഈസ് ബൈറ്റിംഗ് മീ. സംതിങ് ഈസ് ബൈറ്റിംഗ് മീ എന്ന് പറഞ്ഞാൽ എന്നെ എന്തോ കടിക്കുന്നു എന്ന് പറയുന്നു. എന്നെ എന്തോ കടിക്കുന്നു എന്ന് പറയുകയാണ്. ഈ അന്നേരം നമുക്ക് ഏതാണ്ട് ഇത് കേട്ട് കഴിയുമ്പോഴേ നമ്മളെ കടിക്കുക എന്നുള്ള ഒരു ഇത് നമ്മുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്ന അല്ലെന്ന് നമുക്കറിയാം. എന്നെ എന്തോ കടിക്കുന്നുണ്ട്, എന്നെ എന്തോ കടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അസ്വസ്ഥത നമുക്ക് ഇവിടെ പ്രകടമാകും. പക്ഷേ ഈ ബൈറ്റിങ് തന്നെ വേറൊരിടത്ത് ഉപയോഗിക്കുന്നു നോക്കിയോ. സം പീപ്പിൾ ആർ ഇൻ ദി ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് നെയിൽസ് എന്ന് പറഞ്ഞാലോ, സം പീപ്പിൾ ആർ ഇൻ ദി ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് നെയിൽസ്. ഇത് ചില ആൾക്കാർക്ക് നഖം കടിക്കുന്ന ശീലമുണ്ട്. ഇവിടെയും കടിക്കുക എന്ന് തന്നെയാണ് ഈ ബൈറ്റിങ്ങിന്റെ അർത്ഥം. കടിക്കുന്ന ശീലം. ഇത് മനഃപൂർവമല്ല ഇവിടെ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ചെയ്യുന്നത് മനഃപൂർവമാണ്. ഇത് കടിക്കുക എന്നുള്ളത് ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അറിയാതെ, നമ്മൾ യാതൊരുവിധ ഉപദ്രവവും നമുക്കുണ്ടാകാതെ നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കാര്യമാണ്. സം പീപ്പിൾ ആർ ഇൻ ദി ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് നെയിൽസ്. ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന യാതൊരുവിധ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നതിനേക്കാൾ ഉപരി ഇവരുടെ ശീലമായിട്ട് പറയുന്നു. ഈ ബൈറ്റിങ്ങിനും അർത്ഥം സെയിം ആണ് എങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതുപോലെ തന്നെ യു ഷുഡ് ബി മോർ കെയർഫുൾ. യു ഷുഡ് ബി മോർ കെയർഫുൾ എന്ന് പറഞ്ഞാൽ നീ കുറെ കൂടി ശ്രദ്ധയുള്ളവനാകണം. നീ കുറെ കൂടി ശ്രദ്ധയുള്ളവൻ ആകണം എന്ന് പറഞ്ഞു. അത് തന്നെ പറയാം ഡോണ്ട് ബി കെയർലെസ്. കെയർലെസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ, ശ്രദ്ധയില്ലാത്തവൻ. അത് ഡോണ്ട് ബി കെയർലെസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ ആകരുത്. ഇത് നീ കുറെ കൂടി ശ്രദ്ധയുള്ളവനാകുക എന്ന് പറഞ്ഞാൽ അശ്രദ്ധനാകരുത്. അതായത് ശ്രദ്ധയുള്ളവനാകണം എന്ന് അല്ലേ ഇതിന്റെ അർത്ഥവും ഇത് തന്നെയല്ലേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞ് ഒന്ന് പഠിക്കുക. യു ഷുഡ് ബി മോർ കെയർഫുൾ. യു ഡോണ്ട് ബി കെയർലെസ്. നീ അശ്രദ്ധനാകരുത്, നീ കുറെ കൂടി ശ്രദ്ധയുള്ളവനായിരിക്കണം. യു കഴിഞ്ഞ് വെച്ച് ഡോണ്ട് ബി കെയർലെസ്. യു ഡോണ്ട് ബി കെയർലെസ് എന്ന് പറഞ്ഞാൽ നീ അശ്രദ്ധനാകരുത്. ഇത് തന്നെ ഇങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിന്റെ അർത്ഥം സെയിം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസം. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് പഠിച്ചാൽ നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കയ്യിലെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മനസ്സിലാകും നമുക്ക്. ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ രണ്ട് വെറുതെ ഒരു ക്ലാസ്സായിട്ടങ്ങ് ഈ 2 സെൻറ്റൻസ് 4 സെൻറ്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഇതിൻ്റെ
വ്യത്യാസമൊന്ന് ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. അടുത്ത ക്ലാസ് എത്രയും വേഗം നമുക്ക് അടുത്ത ക്ലാസ്സിനെ കാത്തിരിക്കാം. അധികം താമസം കൂടാതെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ, ബൈ.